ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇന്നലെ കഥ ഇങ്ങനെയാണ് പറഞ്ഞു നിർത്തിയത്. ആദർശ് എനിക്ക് ഭക്ഷണം വേണ്ട, വിശക്കുന്നില്ല, ഫ്രിഡ്ജിൽ വെച്ചേരെ എന്നൊക്കെ പറയുമ്പോൾ നീ തണുത്ത ഭക്ഷണം കഴിക്കാറില്ലല്ലോ ആദർശ് എന്നിങ്ങനെ ദേവയാനി ചോദിക്കും. അന്നേരത്തേക്കും പറയും തണുത്ത ഭക്ഷണം ചൂടാക്കി കഴിയുമ്പോൾ എനിക്കെന്താ കഴിക്കാനായിട്ട് പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആദർശ് പോവാണ്. ആദർശ് പോയി കഴിയുമ്പോഴേക്കും ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ദേവയാനി നയനയോട്. അപ്പം നയന പറയും, ഇന്നലെ തൊട്ട് ഇങ്ങനെയാണ്, രാവിലെ പേഴ്സ് തപ്പുമായിരുന്നു, പേഴ്സ് പോക്കറ്റിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു, അത് കാണിച്ചു കൊടുത്തപ്പോൾ എന്നോടും ദേഷ്യപ്പെട്ടു, എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ആദർശ് തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയും, നയനെ നീ ഭക്ഷണം കഴിച്ചിട്ട് വന്നാൽ മതിയെന്ന്. നേരത്തെയും പറയും, ഞാൻ കൊടുത്തില്ലേ മോള് കഴിക്കില്ല, മോളുടെ കൂടെ കൊടുത്തിട്ട് ഞാൻ വരാം എന്ന് പറയും. അന്നേരം ആദർശിനെ കേൾപ്പിക്കാൻ വേണ്ടി ദേവയാനി പറയും, ഭക്ഷണം വേണ്ടാത്തവർ കഴിക്കേണ്ട, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം, ഇത് അഹങ്കാരം കാരണമല്ലേ കഴിക്കാതിരിക്കുന്നത് എന്നിങ്ങനെ ദേവയാനി എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയും. അന്നേരം ആദർശ് ഒന്നും മിണ്ടത്തില്ലേ. എന്നിട്ട് ആദർശ് അങ്ങോട്ട് പതിയെ അങ്ങ് പോകും. പിന്നെ കാണിക്കുന്നത് ജലജയാണ്. ജലജയ്ക്കാകെ ടെൻഷനാണ്. എന്തിനാണെന്നോ ചന്തുമോളെ അങ്ങോട്ട് കൊണ്ടുവന്നതുകൊണ്ട്. ആ കാര്യങ്ങളെല്ലാം ജാനകിയോടും അതുപോലെ അനാമികയോടും ഇങ്ങനെ ഇരുന്ന് പറയുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഇതിപ്പോൾ എവിടുന്ന് കൊണ്ടുവന്നതാണ് ഈ പെൺകൊച്ചിനെ എന്ന് അറിയത്തില്ല, അച്ഛൻ ഈ പ്രായത്തിൽ ഓരോന്ന് കാണിച്ചു വെക്കും, അങ്ങോട്ടൊന്നും ചോദിക്കാനും പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, അനാഥ കൊച്ചാണെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ വളർത്തിയാൽ പോരെ, എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ചോദിക്കും. നേരെ ജലജ പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഭാഗം വെക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുമോ എന്നറിയത്തില്ല, ആ ടെൻഷനിൽ ഇരിക്കുമ്പോഴാണ് വേറൊരു ആളോട് ഇങ്ങോട്ട് വരുന്നത്, ഇനിയിപ്പോൾ അതിന് ഭാഗം കൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, ഇതിപ്പോൾ ആരോട് ചോദിക്കാൻ, ഇവിടെ ആരോടും ഒന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, ഇത് ചോദിക്കാൻ പറ്റുന്നത് ആദർശനോ അതുപോലെ ജയേട്ടനോ അജയേട്ടനോ ഒക്കെയാണ്, അവർ ഇതിനെപ്പറ്റിയാണെങ്കിൽ ഒന്നും ചോദിക്കുന്ന പോലുമില്ല, പിന്നെന്താ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുക. അന്നേരം ജാനകി പറയുന്നുണ്ട്, ഏതായാലും ആ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം ആദർശന് എന്തോ ടെൻഷനുണ്ട്, ആദർശന് അത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ അനാമികയും പറയുന്നുണ്ട്, അത് തന്നെ, അങ്ങേർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വാ തുറന്നങ്ങ് പറയാൻ മേലെ എന്നിങ്ങനെ പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, അവനാണ് എന്തെങ്കിലും അച്ഛനോട് നേരാവണ്ണം പറയാൻ പറ്റുന്നത്, അവനത് പറയാൻ മേലെ, ഇതിപ്പോൾ അറിയാൻ യാതൊരു മാർഗ്ഗവും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുമ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, ആ കുട്ടിയെ കൊണ്ടുവരുന്നതിന് മുമ്പ് മുത്തശ്ശൻ കൂടെ കൊണ്ടുപോയത് ആദർശനെ അഭിനയല്ലേ, അപ്പോൾ അവർക്കറിയാതിരിക്കില്ലല്ലോ എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, അവരെ ഒരു കുട്ടിയെ കൊണ്ട് കാണിച്ചു, എന്നിട്ട് ഈ കുട്ടിയെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞു, അല്ലാതെ അവർക്ക് വേറെ ഒന്നും അറിയത്തില്ല എന്നും പറയും. അന്നേരം ജാനകി, എടി ഞങ്ങളെക്കാൾ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുന്നത് നിനക്കല്ലേ, നീ പോയി ചോദിക്കുക എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, ചിലപ്പോൾ മുഖത്ത് നോക്കി ആട്ടുമായിരിക്കും, എങ്കിലും അതിനിടയ്ക്ക് നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കിട്ടിയാലോ, ഏതായാലും ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ജലജ അങ്ങോട്ട് പോകും. നേരെ അനാമിക ജാനകിയോട് പറയുകയാണ്, ഈ വീട്ടിൽ ആരുടെയെങ്കിലും കുട്ടിയായിരിക്കുമോ ഇനി, അത് നമ്മളറിയാത്തതാണെങ്കിലോ എന്നിങ്ങനെ സംശയമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ജലജ നേരെ ചെല്ലുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ മുത്തശ്ശിന് കഴിക്കാനുള്ള ഗുളികയൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം, അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കുന്നത് കൊണ്ട് അമ്മയ്ക്കൊന്നും തോന്നരുതെന്ന് പറയും. നേരെ ചോദിക്കാൻ പാടില്ലാത്ത എന്തോ ആണ് നീ ചോദിക്കുന്നത് എന്ന് നിൻ്റെ ആ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ ജലജ ചോദിക്കുക, അമ്മയെ കാണിക്കുന്നതൊക്കെ ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അന്നേരം മുത്തശ്ശി ചോദിക്കും, ഞാൻ അദ്ദേഹത്തിന് ഗുളിക എടുത്തു വെച്ചതാണോ തെറ്റായിപ്പോയെന്ന് ചോദിക്കുമ്പോൾ, അതല്ല, അച്ഛൻ ഏതോ ഒരു കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ, അമ്മയ്ക്ക് അതിനെ എതിർക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എതിർക്കാനൊന്നും പോവുകയില്ല, അദ്ദേഹം ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് എനിക്കറിയാം എന്ന് മുത്തശ്ശി പറയും. അന്നേരം ജലജ ഒരു സംശയം ചോദിക്കുകയാണ്, അമ്മേ, അച്ഛനിടയ്ക്ക് കാശിക്കും രാമേശ്വരത്തിനും ഒക്കെ പോകാറില്ലേ എന്നാൽ. അപ്പം നേരത്തേന് ചോദിക്കും, അതിനെന്താ നീ ഇപ്പോൾ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഇനിയിപ്പോൾ അച്ഛൻ എന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ എന്നിങ്ങനെ ജലജ പറയുകയാണ്. അത് കേൾക്കുന്നത് മുത്തശ്ശിക്ക് ദേഷ്യം വരും. മുത്തശ്ശി കരണം തീർത്തൊരു അടി കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ സംശയം എന്നോട് ചോദിച്ചു, ഇനി അദ്ദേഹത്തിൻ്റെ മുമ്പിലെങ്ങാനും നീ ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ കഴുത്ത് പിടിച്ച് ഞെക്കി ഇവിടെ ഇറക്കി വിടും എന്നിങ്ങനെ പറയുക കേട്ടോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന മുത്തശ്ശൻ അങ്ങോട്ട് കയറി വരും. മുത്തശ്ശൻ ഇത് കേട്ടായിരുന്നു. നേരെ മുത്തശ്ശൻ ജലജയോട് പറയുവാണ്, നിൻ്റെ സംശയം ഇത്തിരി കൂടിപ്പോയല്ലോടിയെന്ന്. അന്നേരത്തേനും, അയ്യോ അച്ഛാ, എനിക്ക് തെറ്റുപറ്റിയതാണ്, അച്ഛൻ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്ക് തെറ്റൊന്നും പറ്റാറില്ല, എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഒരേ ഒരു തെറ്റ് ആരും ഇല്ലാതിരുന്ന നിന്നെ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് തന്നെ ഈ കുടുംബം നീയും നിൻ്റെ മകനും കൂടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അത് തന്നെ, ചെറുപ്പത്തിൽ ഈ കുടുംബത്തിൽ യാതൊരു വേർതിരിവും ഇല്ലാതെയാണിത് നിന്നെ വളർത്തിയത്, നല്ലൊരു കുടുംബജീവിതം ഉണ്ടാക്കി തന്നു, അതും നീ നശിപ്പിച്ചു, എന്നിട്ടിപ്പോൾ നിൻ്റെ മകനെ നീ നശിപ്പിച്ചുകൊണ്ടിരിക്കുക, ഇനി എന്നാണ് നന്നാവുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച്
രണ്ടുപേരൂടെ കുറേ ഉപദേശിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഏതായാലും സ്വന്തം അച്ഛനായ എന്നെ നീ സംശയിച്ചു. ഒരിക്കലും വളർത്തുമകളായിട്ടല്ല നിന്നെ ഞാൻ കണ്ടത്, സ്വന്തം മകളായിട്ടാണ്. ആ സ്ഥിതിക്ക് നീ ആരെ വേണമെങ്കിലും സംശയിച്ചോ. പിന്നെ നീ ഇത് പുറത്തു പോയി പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നീ പറഞ്ഞപ്പോൾ ഇയാൾ നിൻ്റെ മുഖത്തടിച്ചില്ലേ, അതുപോലെ ആരെങ്കിലും എനിക്ക് വേണ്ടി ചോദിക്കാൻ പുറത്ത് കാണും. കാരണം നിന്നേക്കാൾ കൂടുതൽ എന്നെ മനസ്സിലാക്കിയ ആൾക്കാർ ഈ നാട്ടിലുണ്ടെന്ന് പറയുക. നേരെ ആകെ വിഷമമായിട്ട് ചലച്ച ക്ഷമയൊക്കെ ചോദിച്ച് അങ്ങോട്ട് പോകുക. പിന്നെ കാണിക്കുന്നത് ദേവയാനി ചന്തുമോളെ വീടിൻ്റെ ഫ്രണ്ട് വശത്തെ തന്നെ ഇങ്ങനെ ഇരുന്ന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന. അന്നേരം അങ്ങോട്ട് നയനയും വരും. എന്നിട്ട് നയന ചോദിക്കുന്നുണ്ട്, ആഹാ മോളെ പഠിപ്പിക്കുവാണോ, മോളെ സ്കൂളിൽ ചേർക്കണ്ടേ അമ്മയെന്ന് ചോദിക്കുമ്പോൾ, ചേർക്കണം, നല്ലൊരു സമയം കൂട്ടി നോക്കി നീയും ആദർശം കൂടി പോയി ചേർത്താൽ മതിയെന്ന് പറയും. എന്നിട്ട് മോൾക്ക് സ്കൂളിൽ പോകണമെന്ന് ചോദിക്കുമ്പോൾ പോകണ്ട എന്നാട്ടോ പറയുന്നത്. അന്നേരം ആദർശ് പറയും, നമുക്ക് പോകാം, ഇറങ്ങാൻ സമയം എന്ന് പറയുകയാണ്. അന്നേരം ദേവയാനി അങ്കിളിനൊരു ടാറ്റ കൊടുക്കുക എന്നിങ്ങനെ പറയും. അന്നേരം ടാറ്റ കൊടുക്കുമ്പോൾ ആദർശ് മൈൻഡ് പോലും ചെയ്യില്ല കേട്ടോ. എന്നിട്ട് ആദർശ് ഇത്തിരി ഗൗരവത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം ദേവയാനി ചോദിക്കും, നിനക്കൊരു ടാറ്റ കൊടുത്താൽ എത്താടാ കുഴപ്പമെന്ന്. അന്നേരം ആദർശ് ഒന്നും മിണ്ടാതെ അങ്ങ് ഇറങ്ങി പോവുകയാണ്. അന്നേരം ദേവയാനി ചോദിക്കുന്നുണ്ട്, ഇവൻ എന്താ മുളങ്ങി പറ്റിയതെന്ന്. അന്നേരം നയന പറയാം, എന്താണെന്ന് അറിയില്ല, ആദർശിന് മനസ്സ് കലങ്ങി കൊണ്ടിരിക്കുക, എന്താണെന്ന് ചോദിച്ചു നോക്കാം എന്ന് പറയുവാണ്. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് നയന അങ്ങോട്ട് പോകും. പോയി കഴിഞ്ഞ് ദേവയാനി മോളോട് പറയുന്നുണ്ട്, നയന ആൻറ്റിയെ പോലെ തന്നെ പാവമാണ് അങ്കിള് ഈ ദേഷ്യമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ മോളെ സ്നേഹിക്കും കേട്ടോ എന്നിങ്ങനെ പറയും. അന്നേരം മോള് മനസ്സിൽ ഓർക്കും, അങ്കിളല്ല എൻ്റെ അച്ഛനാണ് എന്ന്. പിന്നെ കാണിക്കുന്ന ആദർശിനെ നയനയും കൂടെ ഇങ്ങനെ വണ്ടി പോകുന്നതായിട്ടാണ് കേട്ടോ. ആദർശ് ഈ കാര്യങ്ങളെല്ലാം ഓർത്താകെ ടെൻഷനിലാട്ടോ. അന്നേരം ഒരാൾ വണ്ടി ക്രോസ് എടുക്കാൻ നേരത്തേക്ക് ഇങ്ങനെ ഇടിക്കാനായിട്ട് ഇങ്ങനെ പോവുക കേട്ടോ. നേരം അയാൾ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞിട്ട് പോവുക. അന്നേരം നയന ചോദിക്കുന്നുണ്ട്, ഇതെന്താ ആദർശേട്ടൻ വണ്ടി ഓടിക്കുന്നതിലല്ലല്ലോ ശ്രദ്ധിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ്, വണ്ടിയായാൽ ആക്സിഡൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും, അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ടതെന്ന് പറയും. എന്തായാലും പെട്ടെന്ന് ടെൻഷൻ കാരണം ശ്വാസം മുട്ടലൊക്കെ വരികയാണ്. അന്നേരത്തേക്ക് ഇൻഹേലർ എടുത്ത് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരത്തേനും നയന ചോദിക്കുന്നുണ്ട്, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചെറുപ്പത്തിലെ മുതൽ എനിക്കിങ്ങനെ വരാറുള്ളതല്ലേ എന്ന് ചോദിച്ചിട്ട് ആദർശ് അത് മൈൻഡ് ചെയ്യാതെ പിന്നെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. അന്നേരം നല്ല ടെൻഷനുണ്ട് നയനയ്ക്ക്. പിന്നെ കാണിക്കുന്നത് അനീനെയാണ്. അനിയും കൂട്ടുകാരും ഒക്കെ മാറി മാറി നന്ദുവിനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, എന്നിട്ട് ഫോൺ എടുക്കുന്നില്ല. അന്നേരം അനി പറയുന്നുണ്ട്, ഈ പൊക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ട്രെയിനിങ് ക്യാമ്പിലേക്ക് ഇടിച്ചു കയറി ചെല്ലും, അവർ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ, അപ്പോഴേക്കും ഫോൺ എടുക്കാതിരുന്ന എൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അവൾക്ക് മനസ്സിലാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരത്തേനും കൂട്ടുകാരെ പറയുന്നുണ്ട്, ഈ അവസ്ഥ നീ ഉണ്ടാക്കി വെച്ചതല്ലേ, അന്ന് സ്നേഹിക്കുന്ന സമയത്ത് വാ തുറന്ന് പറയുമായിരുന്നെങ്കിൽ ഇതുപോലെ അനുഭവിക്കേണ്ടി വരുമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അനി പറയും, ഞാൻ രാത്രി വരെ കുത്തിയിരുന്ന് വിളിക്കുന്നുണ്ട്, പിന്നെ അനാമിക ഇപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല, അവൾ അവളുടെ ലോകത്താണ്, പേരിന് അമ്മയോടെ ഇടയ്ക്കൊക്കെ പരാതി പറയുന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ നന്ദുവിനെ കാണിക്കുന്നുണ്ട്. നന്ദുവിൻ്റെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പുതിയൊരു ആൾ വന്നു. അത് നമ്മുടെ വേണുവിൻ്റെ ആളാണ്, അനാമികയുടെ അച്ഛൻ്റെ ആളാണ്. അതുകൊണ്ട് തന്നെ വന്ന് ട്രെയിനിങ് ആരംഭിക്കുന്ന ദിവസം തന്നെ നന്ദുവിനെയാണ് ഇട്ട് കുടയുന്നത്. നന്ദുവിനോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്നിട്ട് നിനക്ക് ഇത്തിരി ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയും, ഞാൻ ഓരോരുത്തർക്കായാണ് ട്രെയിനിങ് തരുന്നത്, ഇപ്പോൾ ഞാൻ നന്ദുവിനെ സെലക്ട് ചെയ്യും, നിങ്ങൾ പൊക്കോളാൻ പറയും, അവരോടായി നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എക്സസൈസ് ചെയ്തോളാൻ പറയും. എന്നിട്ട് നന്ദുവിനോട് പുഷപ്പ് എടുക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ, മാക്സിമം എടുക്കുക എന്ന് പറയും. നന്ദു മടുത്തു. എന്നിട്ട് പിന്നെയും എടുപ്പിക്കും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് ഇനി എന്നെക്കൊണ്ട് പറ്റില്ല സാർ, ഞാൻ തളർന്നു എന്ന് പറയുമ്പോൾ, എന്നാൽ തളർച്ച ശരിക്കും ഇങ്ങ് മാറട്ടെ, ഗ്രൗണ്ടിന് ഒരു 3 റൗണ്ട് ഓടിയിട്ട് വായ എന്ന് പറയും. അന്നേരം നന്ദുവിന് തീരെ പറ്റില്ല എങ്കിൽ നന്ദു 3 റൗണ്ട് ഓടാനായിട്ട് പോവുകയാണ്. അന്നേരം അപ്പുറത്തേക്ക് മാറി കൂട്ടുകാരൊക്കെ നിൽപ്പുണ്ട്. അവരൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇതെന്താ പോലും ഇങ്ങനെ കയറി നന്ദുവിനെ തന്നെ സെലക്ട് ചെയ്തത്, നന്ദുവിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെ അവർ ഓർക്കുന്നുണ്ട്. ഏതായാലും ഈ സമയത്ത് അയാൾ വേണുവിനെ വിളിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, അവളെ ഇവിടെ നക്ഷത്രം ഞാൻ എണ്ണിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വേണു പറയും, ഒരിക്കലും അവൾ പോലീസ് യൂണിഫോം അണിയരുത്, അല്ലെങ്കിൽ തന്നെ അവൾ ഇത്തിരി കുഴപ്പക്കാരിയാണ്, പോലീസ് യൂണിഫോം കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയുകയും വേണ്ട എന്ന് പറയുമ്പോൾ, ക്രിമിനൽ മൈൻഡ് ഉള്ളവർ പോലീസിൽ വേണ്ട എന്നാണ് സർക്കാരിൻ്റെ തീരുമാനം, അതുകൊണ്ട് അവൾ ഒരിക്കലും പോലീസ് യൂണിഫോം അണിയില്ല, അതിനുള്ള പണി ഞാൻ ചെയ്തോളാം എന്ന് പറയും. അന്നേരം മീനു പറയും, അങ്ങനെ തന്നെ വേണം, ഏതായാലും അവൾ പോലീസ് യൂണിഫോം അണിയാതെ തിരിച്ചു വരുന്ന ഞങ്ങൾക്ക് കാണണം എന്ന് പറയുമ്പോൾ
അങ്ങനെ തന്നെ അവൾ തിരിച്ചു വരും. അത് കഴിയുമ്പോൾ താൻ ഒരു പാർട്ടിയൊക്കെ നടത്തിയേക്കണം എന്ന് പറയുകയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കും. ഫോൺ വെച്ച് കഴിയുമ്പോഴേക്ക് വേണുവിൻ്റെ ചുറ്റും അനാമിക അതുപോലെ രേവതി ഉണ്ട് കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. നേരെ അനാമിക ചോദിക്കുന്നുണ്ട്, അവൾ പോലീസ് യൂണിഫോം ആണെങ്കിൽ ഉറപ്പല്ലേ അച്ഛാ എന്ന് പറയുമ്പോൾ ഉറപ്പാണ്, നിനക്കറിയത്തില്ലേ മധുസാറിനെ രക്തം തിളപ്പിച്ചാൽ ഞാൻ ഇവിടുന്ന് വിട്ടേക്കുന്നത്, നിൻ്റെ ജീവിതം തകർക്കുന്നത് അവളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ അറിയാവുന്ന മധുസാർ ഇത്തിരി ദേഷ്യത്തില്ല. അതുകൊണ്ട് അവളെ അവിടെ ഇട്ട് കുടഞ്ഞ് ഒരു പരുവാക്കി വിട്ടോളും. നനഞ്ഞ കോഴിയെ പോലെ പോലീസ് ആവാതെ അവൾ തിരിച്ചു വരുന്നത് നമുക്ക് കാണാം എന്നൊക്കെ പറയും കേട്ടോ. അന്നേരം അനാമിക പറയും, നമുക്ക് അവിടെ പോയി ഒന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. അന്നേരം വേണു പറയും, നമ്മൾ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് അവരെ അറിയിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയും. നേരെ രേവതി പറയുന്നുണ്ട്, ഏതായാലും അവൾ പോലീസ് യൂണിഫോം അണിയാതെ അണിയത്തില്ലെന്ന് ഉറപ്പല്ലേ, അത് ഏതായാലും നന്നായി. അല്ലാതെ അവൾ SI ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പഴയ കേസെല്ലാം കുത്തിപ്പൊക്കിയേനെ. ദേവയാനി നിനക്ക് തന്ന ആ വലിയ മാല എന്തായി എന്ന് ആർക്കും അറിയില്ലല്ലോ. അത് കാണാത്തതിൻ്റെ പേരിൽ നമ്മൾ കുറ്റപ്പെടുത്തിയത് നയനയും നവ്യനെയാണ്. അതുകൊണ്ട് അത് അങ്ങ് തെളിയിച്ചേക്കാം എന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, നിൻ്റെ അച്ഛനെ പൊക്കിക്കൊണ്ട് പോയി 2 തല്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ എല്ലാ സത്യം വിളിച്ചു പറയും. ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഇതാണ് നല്ലത് എന്ന് പറയും. അന്നേരം അനാമിക പറയുവാണ്, അവളെ അവിടെ ഇട്ട് മധുസാർ കഷ്ടപ്പെടുത്തുന്നത് നമുക്ക് അവിടെ പോയി കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ അയച്ചു തരാം മധുസാറിനോട് എന്ന് പറയുമ്പോൾ അത് ഞാൻ പറയാം. ഏതായാലും നനഞ്ഞ കോഴിയെപ്പോലെ അവൾ തിരിച്ചു വരുന്നത് നമുക്ക് കാണാം. മോളിനി സമാധാനത്തോടെ ഇരുന്നു എന്ന് പറയുമ്പോൾ അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ. ഈ സമയം നന്ദു ആകെ തളർന്ന് ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് വന്നിരിക്കുന്ന നന്ദുവിനെയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ഇതിൽ നല്ല മനോഹരമായ എപ്പിസോഡുമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.